ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ട് ഹാസ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് ആണ്. അപ്പോൾ അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിസ്സ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പിസ്സയുടെ ഒന്നും ഇതിനാവശ്യമില്ല. ഞാൻ കൂടുതൽ പറഞ്ഞറിയിക്കാണ്ട് നേരെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബട്ടർ ഒരു പാക്കറ്റ്, ബ്രെഡ് ഒരു പാക്കറ്റ്, ഉപ്പ്, പെപ്പർ പൗഡർ, മൈദ, കുറച്ച് വെജിറ്റബിൾസ്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളി, സവോള, പച്ചമുളക്, കറിവേപ്പില. പാല് 1 കപ്പ്, മുട്ട 2 എണ്ണം, ഗാർലിക് പേസ്റ്റ് 3 അല്ലി വെളുത്തുള്ളിയുടെ. പിസയ്ക്ക് വേണ്ടിയുള്ള വൈറ്റ് സോസ് റെഡിയാക്കാൻ നമുക്ക് സിമ്മിലിട്ട് പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നന്നായി ചൂടായി വരണം. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഗാർലിക് പേസ്റ്റിൻ്റെ ഗ്രീൻ സ്മെൽ പോകുന്നത് വരെ നമ്മൾ കാത്തിരിക്കും. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ആഡ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. മൈദ കട്ട പിടിക്കാത്തതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ പുറത്ത് വെച്ച് മൈദയുടെ കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു വൈറ്റ് സോസിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാൻ മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ പെപ്പർ പൗഡറും ആഡ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
മുട്ടയുടെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. മുട്ട അധികം ചൂടാകുന്നതിന് മുമ്പ് നമുക്ക് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. മുട്ടയുടെ എല്ലാ സ്പേസിലും ഇത് വെച്ച് കൊടുക്കണം. ഇതായിരിക്കും വേറൊരു പാനിൽ നമുക്ക് ബട്ടർ ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. നമുക്ക് ആ ബേസ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതായത് നമ്മുടെ മുട്ടയുടെ ഭാഗം മുകളിൽ വരുന്നത് പോലെ. അതിലേക്ക് പിസ്സ സോസോ അഥവാ ടൊമാറ്റോ സോസോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുകളിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ അഥവാ പിസ്സ ടോപ്പിങ്ങോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിസ്സയുടെ അതേ ടേസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇതിൻ്റേതായ ടേസ്റ്റും പിസ്സയ്ക്ക് അതിൻ്റേതായ ടേസ്റ്റുമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.